ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഇത് ഏലി പുരോഹിതനോട് ഒരു ദൈവപുരുഷൻ സംസാരിക്കുന്നതായ വാക്കുകളാണ്. ഏലി പുരോഹിതൻ്റെ മക്കളെ സംബന്ധിച്ചുള്ളതായ പരാമർശമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ ദൈവത്തെ ഭയപ്പെടാത്തവരായിരുന്നു. യാതൊരു അനുസരണയുമില്ലാതെ വളർന്നതായ 2 ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ദൈവം ഏലി പുരോഹിതനോട് സംസാരിക്കുകയാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. വളരെയേറെ അർത്ഥവത്തായ ഒരു പരാമർശമാണിത്. ദൈവം തൻ്റെ ദാസനിലൂടെ അരുളി ചെയ്യുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. മനുഷ്യരെ നാം മാനിക്കാറുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ പിന്നീട് ക്ലാസ് നിശബ്ദമാണ്. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്താണ് പറയുന്നത് എന്ന് കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുകയും അതിനനുസരണമായി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു രീതി. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു വിദേശ രാജ്യത്ത് അധ്യാപകനായി ചെന്നതായ സമയത്ത് അവിടെയുള്ള കുട്ടികൾ എന്നെ സംബോധന ചെയ്തത് മിസ്റ്റർ ജേക്കബ് എന്നാണ്. അത് ബഹുമാനമില്ലാതെ അവർ പറയുന്നതല്ല. അവരുടേതായിട്ടുള്ള ആ നാടിൻ്റെ സംസ്കാരത്തിൽ അവരങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ അധ്യാപകൻ പഠിപ്പിക്കുന്നതായ സമയത്ത് ക്ലാസ്സിനുള്ളിലൂടെ യഥേഷ്ടം നടക്കുവാൻ അവർക്ക് സാധിക്കും. വേണമെങ്കിൽ അവരുടെ കസേര തിരിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞിരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു കുട്ടി ക്ലാസ്സിൽ ശല്യം ചെയ്യുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. എന്നാൽ അവരെ വേറെന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അധ്യാപകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അങ്ങനെ അവരെ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ക്ലാസ്സിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു പീരീഡ് അവസാനിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അധ്യാപകരെ കുട്ടികൾക്ക് വളരെ വലിയ പേടിയായിരുന്നു. പഴയ കാലത്ത് വളരെ വലിയ പേടിയായിരുന്നു. കാരണം പഠിച്ചില്ലെങ്കിൽ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുമായിരുന്നു, നന്നായി ശിക്ഷിക്കുമായിരുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നല്ല ശീലം ആ കാലത്ത് കുട്ടികളിൽ വളർത്തിയെടുക്കുവാനായിട്ട് ആ സമയത്തെ വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പഠിച്ചതായ ഹൈസ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നാളുകൾക്ക് മുൻപ് മരിച്ചുപോയി. അദ്ദേഹം നന്നായി കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഒരു 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ പേടിയായിരുന്നു. അദ്ദേഹം വരുന്നതായ ബസ് 9:15 ഞങ്ങളുടെ സ്കൂളിൻ്റെ മുൻപിലൂടെ പാസ് ചെയ്യും. ആ സമയത്ത് എല്ലാ കുട്ടികളും നിരനിരയായി ഈ സ്കൂളിൻ്റെ മുറ്റത്തിറങ്ങി നിന്ന് നോക്കുമായിരുന്നു, ഈ സാറ് ആ ബസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളത്. ആ ബസ്സിൻ്റെ ഏത് സീറ്റിൽ അദ്ദേഹം ഇരുന്നാലും വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് 6 അടി പൊക്കമുണ്ടായിരുന്നു, അതിനൊത്ത വണ്ണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വരുന്നുണ്ടോ എന്ന് എല്ലാ കുട്ടികളും നോക്കുമായിരുന്നു. അങ്ങനെ ആ കാലത്ത് അധ്യാപകരെ വളരെ വലിയ ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുകയും നല്ല നല്ല മൂല്യങ്ങൾ അവരിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മേക്കാൾ പ്രായമുള്ളവരെ എങ്ങനെയാണ് മാനിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരെ കരുതേണ്ടതെന്നും അധ്യാപകരോട് എങ്ങനെ ഇടപെടണമെന്നും അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും ആ കാലത്ത് കുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതായ ആവശ്യമില്ലായിരുന്നു. കാരണം എല്ലാവർക്കും അത് ഹൃദിസ്ഥമായിരുന്നു. എൻ്റെ ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പലർക്കും അവരുടെ ചെറുപ്പകാലത്തെ ഈ അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു നല്ല കാലമായിരുന്നു അത്. വാസ്തവത്തിൽ അത് നമുക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. അന്നത്തെ നമുക്ക് ലഭിച്ചിരുന്നതായ പല ശിക്ഷണങ്ങളും ഭാവിയിലേക്കുള്ള അനുഗ്രഹകരമായ പല അനുഭവങ്ങൾക്കും ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈ കാലത്ത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതികളാണ് നാം അനുവർത്തിച്ചു വരുന്നത്. അധ്യാപകരെ മാനിക്കുന്നത് എങ്ങനെയെന്നോ
പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്നോ ഒന്നും തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പനമ്മമാരെയോ സഹോദരങ്ങളെയോ സമൂഹത്തിലെ പ്രായമുള്ളവരെയോ ഒന്നും തിരിച്ചറിയാത്ത, അവരെ ഒന്നും ബഹുമാനിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു തലമുറ എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാൻ അറിയാൻ പാടില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവം ആരാണെന്ന് പോലും അറിയുവാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം വളരെ സ്പഷ്ടമായി പറയുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. പ്രിയമുള്ളവരെ, നമ്മുടെ യുവതലമുറ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ മാനിക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നതെന്നും അവരെയാണ് ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും എല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. പലരും വിചാരിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ സ്വയപരിശ്രമങ്ങൾ കൊണ്ട് ഉയർന്നു വരാമെന്നും നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടാണ് നാം എല്ലാം സമ്പാദിക്കുന്നതെന്നും ഒക്കെ നാം ചിന്തിച്ചു വശായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും അതൊക്കെ തന്നെ വിചാരിക്കുന്നു. ക്രൈസ്തവ ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ പോലും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ വാസ്തവത്തിലുള്ളതായ കാര്യം എന്താണ്? ദൈവവചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇംഗ്ലീഷ് പരിഭാഷയിലാണെങ്കിൽ അല്പം കൂടെ കൃത്യമായ അർത്ഥം അതിനുണ്ട്. അതിങ്ങനെയാണ്, ഫോർ ദം ദറ്റ് ഓണർ മീ ഐ വിൽ ഓണർ. എന്നെ മാനിക്കുന്നവരെ ഞാൻ ഏറ്റവും വലിയ പദവിയിലുള്ള ഒരാളിനെ ബഹുമാനിക്കുന്നത് പോലെ മാനിക്കുന്നു. ഓണർ എന്നുള്ളതായ വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പഴയകാല ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതെല്ലാം പിതാക്കന്മാർ ദൈവത്തെ മാനിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം തലമുറകളെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചു എന്നുള്ളതായ അർത്ഥത്തിൽ മാത്രമല്ല. സമ്പത്തും ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവം തലമുറകളെ മാനിച്ച് അനുഗ്രഹിച്ചത് കാണുവാനിടയായിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? അവർ ദൈവത്തെ മാനിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ഭവനത്തിലുള്ള ആളുകളും സഭാ-ഹാളിലേക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ പള്ളികളിലേക്ക് പോകുമായിരുന്നു. പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഒരു വളരെ വലിയ ജനസമൂഹമാണ്. ഒരു വീട്ടിലും ഞായറാഴ്ച രാവിലെ സമയത്ത് ആരും ഇരിക്കാറില്ല. എല്ലാവരും പള്ളിയിലേക്ക് പോവുകയോ സഭാ-ഹാളിലേക്ക് പോവുകയോ ചെയ്യും. അവരവരുടെ സഭാ-ഹാളിലോ പള്ളിയിലോ ആരാധന കഴിഞ്ഞിട്ട് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങി വരും. ഇതൊരു വളരെ വലിയൊരു പതിവായിരുന്നു. ആ കാലത്ത് വളരെയധികം അത്യധ്വാനം ചെയ്തിരുന്ന പിതാക്കന്മാർ, മാതാക്കൾ അവരുടെ മക്കളെയും കൊണ്ട് ഈ ആരാധനയ്ക്കായി ഞായറാഴ്ചകളിൽ ആരെയും വീട്ടിലിരുത്താതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ആരാധന കഴിഞ്ഞിട്ട് സന്തോഷമായി എല്ലാവരും ഒരുമിച്ച് മടങ്ങി വന്നിരുന്ന ഒരു കാലം എത്ര അനുഗ്രഹകരമായ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ദൈവം ആ തലമുറകളെല്ലാം അനുഗ്രഹിച്ചു. പിൽക്കാലത്ത് നല്ല നല്ല അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് നൽകിക്കൊടുത്തു. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ പ്രിയമുള്ളവരെ, ഈ കാലത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ സഭാ-ഹാളുകളിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഇറങ്ങി വരുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രം. അതും പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അവർക്ക് ദൈവത്തെ മാനിക്കുവാൻ അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് സ്വന്തം അധ്വാനം കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ്. ഞായറാഴ്ച ദിവസങ്ങളിലും അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധരായിത്തീരുകയാണ്. ദൈവത്തെ മാനിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ദൈവത്തെ മാനിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ദൈവം ഏലി പുരോഹിതനോട് സംസാരിച്ച രണ്ടാമത്തെ കാര്യം പ്രാവർത്തികമാകുവാനായിട്ടുള്ള സമയം അടുത്തിരിക്കുന്നു. എന്താണത്? എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഒരു കാലത്ത് ദൈവത്തെ മാനിച്ചിരുന്നവരെ ദൈവം മാനിച്ചുവെങ്കിൽ, തലമുറകളെ ദൈവം മാനിച്ചുവെങ്കിൽ, ഇനിയും രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരുന്ന ഒരു സങ്കടകരമായ അവസ്ഥയിലേക്ക് കാലം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് അനുസരണമായി
ദൈവത്തെ മാനിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മാനിക്കട്ടെ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവത്തെ മാനിച്ച് ദൈവത്താൽ മാനിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ദേശത്ത് ശോഭിക്കുവാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പഴയകാലത്ത് ദൈവത്തെ മാനിച്ചതുകൊണ്ട് ഞങ്ങളെ പിതാക്കന്മാർ ദൈവത്തെ വളരെയധികം മാനിക്കുകയും ആരാധിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവിടുന്ന് അവരെ മാനിച്ചു. അതിൻ്റെ അനുഗ്രഹങ്ങൾ പിൻകാല തലമുറകൾക്ക് ലഭിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായ ഞങ്ങൾ കർത്താവെ പലപ്പോഴും ദൈവത്തെ മാനിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവ്, ഈ കാലത്ത് ജീവിക്കുന്നതായ തലമുറകൾ പഴയകാലത്ത് പിതാക്കന്മാർ ദൈവത്തെ മാനിച്ചതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മാനിക്കുവാൻ, കർത്താവെ അതിലൂടെ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കാണുന്നതായ പഴയകാലത്തില്ലാത്ത സുഖസൗകര്യങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരെ മാനിച്ചതിൻ്റെ മറുപടിയാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഈ കാലത്ത് ജീവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കുവാനും ദൈവത്തെ മാനിക്കുവാനും ദൈവത്താൽ മാനിക്കപ്പെടുവാനും അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.